ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ കൂടി എവിക്റ്റ് ആയിരിക്കുകയാണ്. ജിസൈലാണ് ഇന്ന് എവിക്റ്റ് ആയത്. തീർത്തും അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ തന്നെയാണ്. ജിസൈൽ അൺഡിസേർവിംഗ് ആയിരുന്നു എവിക്റ്റ് ആയി പോവാൻ വേണ്ടിയിട്ട്. പോവേണ്ട ആളെ അല്ലായിരുന്നു ജിസൈല്. അത് മാത്രമല്ല ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു. കാരണം അവിടെ എല്ലാവരും ഇമോഷണലി കരയുന്നുണ്ടായിരുന്നു അവിടെ. ഈവൻ ദോ ആ വീട്ടിലുള്ള എല്ലാവരും. അത് മാത്രമല്ല കാരണം രണ്ട് എപ്പിസോഡിലായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള രണ്ട് എവിക്ഷൻസ് ആണ് അവിടെ നടന്നിട്ടുള്ളത്, വീട്ടിൽ നടന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഇത്രയും നമ്മളെ നെഞ്ചിരിപ്പിച്ചിട്ട് ഒരു എവിക്ഷൻ ഈ ഒരു സീസണിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അറിയാം ജിസയില് പോകുന്നറിയാം, പക്ഷെ ഒരു സസ്പെൻസ് ആയിട്ടാണ് ബിഗ് ബോസ് അത് ചെയ്തത്. ആ ഒരു എവിക്ഷൻ നടത്തിയിട്ട് നമ്മളെ നെഞ്ചൊക്കെ ഇടിഞ്ഞ് നെഞ്ചിരിപ്പ് കൂട്ടുന്ന ഒരു എവിക്ഷൻ ആയിരുന്നു. അത് മാത്രമല്ല ലാലേട്ടൻ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ ബിഗ് ബോസ് ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയും പറയാം. മാത്രമല്ല തൊട്ടപ്പുറത്ത് തമിഴ് സീസൺ തുടങ്ങിയിട്ടുണ്ട്. എന്റെ അമ്മോ, അത് ഇത് 7ന്റെ പണിയാണെങ്കിൽ അത് അവിടെ 9ന്റെ പണിയാണ്. കാരണം വന്നപാടെ വെള്ളം കൂടി മുട്ടിച്ചു ബിഗ് ബോസ്. സത്യം, ഒന്നുമേ പുരിയലെ, അതാണ് ടാഗ് ലൈൻ, ഒന്നുമേ പുരിയലെ. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, ഒന്നുമേ പുരിയിലെ. എത്ര നാളെ കാണുമെന്ന് അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഗേൾസ് വേഴ്സസ് ബോയ്സ് ആളും പുതുസ് ആട്ടം പുതുസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മാറ്റി കളഞ്ഞാണ്. ഇതെങ്ങനെ പോകുന്ന അറിയാം. മാത്രമല്ല പറയാതിരിക്കാൻ പറ്റില്ല, ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു വീടും ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റുഡിയോ ഫ്ലോറും പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി ഒരു ഇന്റീരിയർ വർക്കാണ്, നല്ല അടിപൊളി ഒരു വീടാണ്. പക്ഷെ ബാത്റൂം മാത്രം സൗകര്യം കുറച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ടോയ്ലറ്റും ഒരു വാഷ്റൂമും മാത്രമേ ഉള്ളൂ അവിടെ. ബിഗ് ബോസ് ഇത്തിരി കളിക്കുന്നുണ്ട്, വെള്ളം കൊടുക്കുന്നില്ല. ബാത്റൂമിനകത്ത് വെള്ളം വരാൻ ഒരു സൗകര്യവും ഇല്ല, അത് വേറെ കാര്യം. എനിവേ അതിനെ പറ്റിയിട്ടുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലോട്ട് പോവാം. ക്യാപ്റ്റൻസിയുടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇന്ന്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. പറയുന്നല്ലാതെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ വരികയാണ്, ക്യാപ്റ്റൻസി അനാലിസിസ് നടത്തുകയാണ്. അത് ബിന്നിയുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുകയാണ്. അവിടെ ഭൂരിഭാഗം ആൾക്കാർ നല്ല ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ അനീഷ് വളരെ മോശം ക്യാപ്റ്റൻ എന്നാണ് പറയുന്നത്. അതിനെ പറ്റിയിട്ട് ടോക്ക് നടക്കുന്നുണ്ട്. അത് മാത്രമല്ല അവിടെ അപ്പൊ തന്നെയാണ് ഷാനവാസിനെ ലാലേട്ട പൊക്കുന്നത്. തന്റെ ഷാനവാസിന്റെ ഭാഷയൊന്നും ശരിയല്ല, സംസാരിക്കുന്ന ഭാഷയൊന്നും ശരിയല്ലെന്ന് ലാലേട്ട പറയുന്ന രീതിയൊന്നും ശരിയല്ല, ഷാനവാസ് മാറ്റാന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഇതിനു ശേഷം മോശം ക്യാപ്റ്റൻ അനീഷ് പറയാണ്. ആര്യൻ ഒരു റെലവന്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്, അതായത് ഇവിടെ ക്യാപ്റ്റൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല. കാരണം ക്യാപ്റ്റൻ എന്തെങ്കിലും പറയുമ്പം മറ്റുള്ളവർ പറയുന്നത് ബിഗ് ബോസ് പറയട്ടെ കറക്റ്റ് പോയിന്റ് ആണ്. ഇന്ന് ആര്യൻ പറഞ്ഞത് എല്ലാം കറക്റ്റ് പോയിന്റുകളാണ് അവിടെ പറയുന്നതല്ല. ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും റൂൾസ് അനുസരിപ്പിക്കാൻ ക്യാപ്റ്റന്റെ അവകാശമാണ്. അത് അനുസരിക്കുന്നത് ബാക്കി കണ്ടസ്റ്റൻസിന്റെ അവകാശമാണ്, ഹൗസ് മേറ്റ്സിന്റെ അവകാശമാണ്. ഇതൊന്നും ചെയ്യാതെ ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് എസ്പെഷ്യലി അനീഷിനാണ് അതുള്ളത്. അപ്പൊ അങ്ങനെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്തായാലും ഇന്ന് എക്സ്പോസ് ചെയ്ത് വിട്ടിട്ടുണ്ട് ലാലേട്ടൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല പഴയ സീസണിൽ ഉള്ളതുപോലെ തന്നെ ഒരു മീറ്റിംഗ് വിളിച്ച് എനിക്ക് തോന്നുന്നു സീസൺ 4ലാണ് ഇങ്ങനെ മീറ്റിംഗ്. എല്ലാത്തിനും മുമ്പ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതെനിക്ക് ലാലേട്ടൻ കഴിഞ്ഞ സീസണിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊന്ന് അനാലിസിസ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ സീസണിൽ അത് ഒരിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പിന്നെ ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അത് സീസൺ 4ലുള്ള ഒരു കണ്ടന്റ് ആണ്, അത് ലാലേട്ടൻ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് തന്നെ പിന്നെ ഈ സീസണിലും എടുത്ത് പറയുന്നത്. അപ്പം അത് ഇത്തിരി ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി നോക്കാൻ പറയുന്നുണ്ട് വരുന്ന ക്യാപ്റ്റനോട്. പിന്നെ അതിനുശേഷം എന്തോന്നാണ് ലാലേട്ടൻ കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറയുന്നുണ്ട്. ഈ വീട്ടിൽ വിളിക്കുന്നുണ്ട്, അത് മോശമാണ്, ഭയങ്കര മോശമാണ്. വീട്ടിലിരിക്കുന്നവർ വീട്ടിലിരിക്കട്ടെ, ബാക്കിയുള്ളവർ ഞങ്ങളതിന് അവരെ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഗെയിമിലേക്ക് നോക്കൂ എന്നൊക്കെ കാര്യമായിട്ട് തന്നെ ലാലേട്ടൻ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് തക്കതായ മറുപടി നല്ലൊരു വാർണിംഗും കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ കളിച്ചും ചിരിച്ച് ഷാനവാസൻ കളിച്ച് ചിരിച്ചു, ലാലേട്ടനും കളിച്ച് ചിരിച്ചാണ് അത് വിട്ടത്. അനുമോള് വല്ല ആയിരുന്നെങ്കിൽ ഇപ്പൊ കിടന്ന് വേറെ അത് ഞാൻ പറയുന്നില്ല. ആൻഡ് ഇതിന് ശേഷം ക്യാപ്റ്റൻസി നോമിനേഷനെ പറ്റിയിട്ട് ടോക്ക് നടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അവരെ നോമിനേറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ. അപ്പൊ അവിടെ അനീഷ് പറയുന്നുണ്ട് അവിടെയും ഗ്രൂപ്പീസാണ്, അനീഷിന് എല്ലാ ഗ്രൂപ്പീസാണ്. അനീഷിന് എല്ലാ സ്റ്റേറ്റ്മെന്റ് അങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. പറയുന്ന കാര്യങ്ങൾ കഴിവുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ് അങ്ങ് അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാത്തിനും ഗ്രൂപ്പിസം അനീഷിന് ഇപ്പോഴും അത് അനീഷിന് കിട്ടാതെ വേറെ ആർക്കും കിട്ടണ്ട, അനീഷിന് കിട്ടിയില്ലെങ്കിൽ അതിനെ പറ്റി കുറ്റം പറയാം. അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അനീഷ് അവിടെ ചെയ്യുന്നത്.
ആൻഡ് അതിനെ പറ്റി കുറ്റം പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ, ബിന്നിയുടെ ക്യാപ്റ്റൻസി അത്ര നല്ലതെങ്കിലും വലിയ മോശമല്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. നമ്മൾ കണ്ടതിനനുസരിച്ച് അത്ര നല്ലതല്ലെങ്കിൽ വലിയ മോശമില്ല. അത് മാത്രമല്ല, ബിന്നിക്ക് ക്യാപ്റ്റൻസി പവർ യൂസ് ചെയ്യാനുള്ള അവകാശം പോലും അനീഷ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെയല്ലേ. എന്നിട്ട് ഇതിന് ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് അവിടെ വരുന്നുണ്ട്. ക്യാപ്റ്റൻസി ടാസ്കില് റിബൺ അരയിൽ ചുറ്റിയിട്ട് എന്ത് ചെയ്യുക, ഫ്ലാഗ് എടുത്ത് ബൗളിൽ വരുന്ന മണ്ണിൽ കുത്തുക. ഇതായിരുന്നു ടാസ്ക്. അതിൽ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ആദില കംപ്ലീറ്റ് ചെയ്ത് വന്നപ്പോൾ തന്നെ ലക്ഷ്മി ഉടനെ വന്നു. പക്ഷെ ലക്ഷ്മിക്ക് റിലേ പോയി, കാരണം ചുറ്റിയപ്പോൾ തന്നെ തലകറക്കം വന്നു. അങ്ങനെ ആദില പെട്ടെന്ന് കുത്തിയോണ്ട് സെക്കൻഡ്സിന്റെ വ്യത്യാസത്തില് ആദിലയാണ് ക്യാപ്റ്റൻ ആയത്. ഇതിനുശേഷം ജയിൽ നോമിനേഷനെ പറ്റിയിട്ട് ടോക്ക് എടുക്കുന്നത്. അവിടെയാണ് ഈ മാവറിന്റെ വിഷയം ലാലേട്ടൻ കൊണ്ടുവരുന്നത്. ഈ മാവറിന്റെ വിഷയം ചോദിക്കുകയാണ്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ടോക്ക് അവിടെ നടക്കുന്നുണ്ട്. ഷാനവാസിന്റെയും ബിന്നിയുടെ ഷാനവാസിന്റെ ഭാഗത്തും ബിന്നിയുടെ ഭാഗത്തും എല്ലാം മിസ്റ്റേക്ക് കൊണ്ടുവന്ന് ലാലേട്ടൻ പറയുകയാണ്. ഇങ്ങനെയൊക്കെ നാണക്കേടാണ്, ഇങ്ങനെയൊക്കെ മാവറിഞ്ഞു, എന്നെ അത് വിളിച്ചു, എന്നെ ഇത് വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ടോക്ക് എടുത്ത നാണക്കേടാണ് എന്ന്, ഇത് പ്രേക്ഷകർക്ക് ചിരിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരെല്ലാം എന്ന് ലാലേട്ടൻ കറക്റ്റ്ലി കാര്യമാണ് പറഞ്ഞു കൊടുത്തത്. ആൻഡ് ഇതിന് ശേഷം എന്തോന്നാണ്, അക്ബറിന് ഭയങ്കര സൗന്ദര്യമാണെന്ന് ഇപ്പൊ അക്ബറിന് ഇത്തിരി ഓവർ മേക്കപ്പ് ആയി പോയി. പക്ഷെ അക്ബറിനെ കാണാൻ കുറച്ച് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്തു. അക്ബറിന്റെ സൗന്ദര്യം ലാലേട്ടൻ എടുത്തു പറഞ്ഞു. അത് മാത്രമല്ല, അക്ബറിന്റെ ജയിലിലേക്ക് ഷാനവാസിനെ അയക്കുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ അക്ബറിനെ കൊണ്ട് ലാലേട്ടൻ പാടിപ്പിച്ചു. ആൻഡ് ഇതിന് ശേഷം എവിക്ഷനിലോട്ട് പോവാണ് ലാലേട്ടൻ. വേഗം പറഞ്ഞുകൊണ്ട് ഒന്നും വേറൊന്നും കൊണ്ടല്ല, അത്ര വലിയ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കൊന്നും സംസാരിച്ചിട്ടില്ല. നേരെ എവിക്ഷനിലേക്ക് ലാലേട്ടൻ പോവുകയാണ്. അതില് എവിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സീസൺ 4 റിയാസിനെ എവിക്ട് ചെയ്ത് വിട്ട പോലെ ബ്ലൂ റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് അതായിരുന്നു. ആൻഡ് അങ്ങനെ ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും തെളിയിച്ചിട്ട് നമ്മുടെ ആരൊക്കെ നെവിനെയും നൂറേനെയും സേവ് ആക്കി വിട്ടു. ഇതിനുശേഷം ആദിലയും ജിസയിലാണ് ബാക്കിയുള്ളത്. ഇവരുടെ 2 ബെസ്റ്റ് ഫ്രണ്ട്സിനോട് വിളിക്കാൻ ആദിലയോട് ജിസയിലോട് പറയാം. അങ്ങനെ ആദില അനുമോളെയും ജിസയിൽ ആര്യനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 2 ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനോട് എന്താണ് പറയാനുള്ളത് ലാലേട്ടൻ എല്ലാം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം അവിടെ ക്യൂ കാർഡ് വെച്ചിട്ടുണ്ട്. ഈ ക്യൂ കാർഡില് ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒരു വിഷ് എഴുതി കൊടുക്കാൻ ലാലേട്ടൻ പറയാണ്. അല്ല, നമ്മുടെ ബിഗ് ബോസ് പറയാണ്. ലാലേട്ടൻ എന്തൊക്കെയാണ് വരുന്നത്, ബിഗ് ബോസ് പറയാണ്. അങ്ങനെ അതിനനുസരിച്ച് അവര് ഒരു വിഷ് എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് അത് കൈ പിടിച്ചിട്ട് ഒരു ബ്ലൈൻഡ് ഫോൾസ് ഇടാൻ പറയാണ്. അങ്ങനെ ബ്ലൈൻഡ് ഫോൾസ് ഇട്ടതിന് ശേഷം ഇവരെ തിരിച്ച് അനുമോളെയും ആരെയും തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞിരിക്കാം. എന്നിട്ട് BB ക്രൂ മെമ്പേഴ്സ് വന്നിട്ട് ഇവരെ 2 പേരെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്, അതിലൂടെ പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. എന്നിട്ട് ആര്യനോടും അനുമോളോടും ഫ്രണ്ട് ഡോറി വന്ന് മെയിൻ ഡോറി വന്ന് നിൽക്കാൻ പറയാണ്. അപ്പൊ മെയിൻ ഡോറി വന്ന് നിൽക്കുമ്പോൾ ബിഗ് ബോസിന്റെ പാട്ട് ഇടുകയാണ്. ആ പാട്ട് ആരാണോ അതിലേക്ക് വരുന്നത് അയാൾ സേവ്ഡും വരാത്തയാൾ എവിക്റ്റഡും ആണെന്ന് ബിഗ് ബോസ് പറയാം. അപ്പം പാട്ട് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിന്റെ തീം സോങ് ആണ്. ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം ആദില എൻട്രി ചെയ്യുകയാണ്. അപ്പൊ എല്ലാരും ഞെട്ടിപ്പോയി. ആദില വന്നതും ഞെട്ടി, ജിസയില് പോയതും ഞെട്ടി. അപ്പം അനുമോള് പോയി കെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആര്യൻ അവിടെ പിങ്ങി എല്ലാരും ഞെട്ടി, എല്ലാവർക്കും വിഷമമുണ്ട്. അവിടെ ജിസയിൽ പോയതിന് എല്ലാവർക്കും വിഷമമുണ്ട്. എല്ലാരും അവിടെ കരയുന്നൊക്കെ ഉണ്ട്. ആര്യനാണെങ്കിൽ പൊട്ടിക്കരയാണ്, വാഷ്റൂമിൽ പോയിട്ട് കരയാണ്, ഭയങ്കര പൊട്ടി കരയാണ് ആര്യൻ. എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട് ജിസയിൽ പോയതിന്. ഇതിന് ശേഷം സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ജിസയിൽ വരികയാണ് ലാലേട്ടന്റെ അടുത്തേക്ക്. എന്നിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ ജിസയിലിന് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു, ജിസയില് എവിക്റ്റ് ആവും എന്നുള്ളൊരു ഇന്റിമേഷൻ ഉണ്ടായിരുന്നു എന്ന് ജിസയിൽ പറയാണ്. ഭയങ്കര സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ജിസയിൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ജിസയിൽ നേരെ വീട്ടിലേക്ക് പോകും. വീട്ടിലെ വിഷ്വൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. അങ്ങനെ ജിസയില് വീട്ടിലേക്ക് ആര്യനാണെങ്കിൽ കരയുന്നുണ്ട്, നെവിനാണെങ്കിൽ കരയുന്നുണ്ട്. കേക്കിന്റെ ഒക്കെ വിഷയം പറയുമ്പോൾ നെവിൻ അവിടെ പൊട്ടി കരയുന്നുണ്ട്. ആൻഡ് ജിസയിലിന്റെ ജേർണി കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ജിസയിലിനെ യാത്രയാക്കിയിട്ട് ലാലേട്ടൻ വരികയാണ്. ഇനി അങ്ങോട്ട് ക്രൂഷ്യൽ ആയിരിക്കും, നിങ്ങൾ നന്നായിട്ട് കളിക്കാൻ നോക്കാന്ന് പറഞ്ഞ് ലാലേട്ടൻ പോവാണ്. ആൻഡ് ലാലേട്ടൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഇനി നെക്സ്റ്റ് വീക്ക് അതിസങ്കീർണമായിരിക്കും, എൻഡ്യൂറൻസ് ടാസ്ക് ആയിരിക്കും കൂടുതൽ വരാൻ പോകുന്നതെന്ന് ലാലേട്ടൻ പറയണം. അപ്പം എൻഡ്യൂറൻസ് ടാസ്ക് ആയിരിക്കും, അതായത് 24 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഉള്ള ടാസ്ക് ആയിരിക്കും ഇവർക്ക് വരാൻ പോകുന്നത്. നമുക്ക് എന്തായിരിക്കും ടാസ്ക് നോക്കാം. ഇനിയുള്ള ആഴ്ച ഇവരുടെ ഗെയിം എങ്ങനെയായിരിക്കും, ഗെയിം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ടാസ്കുകളാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. നോക്കാം എങ്ങനെയായിരിക്കും ടാസ്ക് എന്ന് നോക്കാം. അപ്പൊ അതിനുശേഷം ഇവര് പോയതിനു ശേഷം എന്താണ് അവര് തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ആര്യനും എല്ലാവരും സംസാരിക്കുന്നുണ്ട്, ജിസേലിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇതിനുശേഷം ഷാനവാസ് ആദില നൂറയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കാര്യം പറയുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. ആൻഡ് ഷാനവാസും ആദില നെവിൻ
നൂറ ഇവർ ഇത്രയും പേര് ഇരിക്കുമ്പം ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട്, ഈ സാവുമാനും ലക്ഷ്മി ഇവിടെ എന്ത് കണ്ടിച്ചാണ് നിൽക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവരല്ലേ പോവേണ്ടിയിരുന്നത്. അവർക്ക് നമ്മൾ സ്പേസ് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ് അവരിപ്പോഴും ഇവിടെ നിൽക്കുന്നത്. എക്സാക്ട്ലി നമ്മൾ സ്പേസ് ഉണ്ടാക്കി കൊടുത്തോണ്ടാണ് അവരിപ്പോഴും ഇവിടെ നിൽക്കുന്നത് എന്നാണ് ഷാനവാസ് പറഞ്ഞത്. കറക്റ്റ് കാര്യങ്ങളാണ്, കറക്റ്റ് കാര്യം. അത് മാത്രമല്ല, ഇവർ രണ്ടുപേരും ഷാനവാസ് പറയുന്നതിന് കാര്യം ഉണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും നോമിനേഷനിൽ വന്നവരാണ്. ഇവരെന്തിനാണ് വോട്ട് ചെയ്തത് നമുക്കറിയില്ല. ലക്ഷ്മിനെ ഇപ്പോഴും ആ ഒരു എന്താ എനിക്ക് തോന്നുന്നു ഹോമോഫോബിക് പരാമർശത്തിലാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാബുമാനെ ചിരിയും ക്യൂട്ട്നെസ്സും കാണിച്ചാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ഈച്ച് 5 സ്റ്റാർ ഡു നത്തിങ് എന്നുള്ള മാറ്ററിലാണ് വോട്ട് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇതിന് ശേഷം എന്തോന്നാണ് ക്യാപ്റ്റൻസിയെ പറ്റിയിട്ട് സാബുമാൻ പറഞ്ഞതിൽ അക്ബർ നമ്മുടെ സാബുമാനെ ചോദിക്കുന്നു, ഈ പെണ്ണുങ്ങളെ ആണെങ്കിലും വെച്ചിട്ട് പറഞ്ഞ എന്തിനാണെന്ന് സാബുമാനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അക്ബർ സാബുമാനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് എപ്പിസോഡ് തീരുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് ഇത്രയാണ് നടന്നത്. ഇനി ഇവരുടെ ഗെയിം എങ്ങനെ പോകും നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ആര്യനെ നോക്കണം. ആര്യൻ എന്തായാലും കളിക്കും. ആര്യൻ ചെറുതായിട്ട് ഗെയിം കളിക്കാൻ തന്നെയാണ് പ്ലാൻ, ഒറ്റയ്ക്ക് കളിക്കാൻ തന്നെയാണ് ആര്യന്റെ പ്ലാൻ. അപ്പൊ ആര്യൻ എന്തായാലും ഇനി ഗെയിം കളിക്കും. ഇനി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എൻഡ്യൂറൻസ് ടാസ്ക് എങ്ങനെയാണെന്ന് നോക്കാം. നാളെ തന്നെ തുടങ്ങാതെ ഇനി എങ്ങനെയാണ് ടാസ്ക് നമുക്ക് നോക്കാം. മാത്രമല്ല ബിബി തമിഴും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ബിബി തമിഴും ഒരു പണി കിട്ടുന്ന ഒരു സീസൺ തന്നെയാണ്. എല്ലാ ആൾക്കാരും ഇപ്പൊ കേറിയിട്ടുണ്ട് വീടിനകത്ത്. കൂടുതലും ഗേൾസ് ആണ് കേട്ടോ, ഗേൾസ് ആണ് ഇപ്രാവശ്യം കൂടുതലുള്ളത്. ബോയ്സ് ഇത്തിരി കുറവാണെന്ന് തോന്നുന്നു. മെൻ കണ്ടസ്റ്റൻസ് ഒക്കെ ഇത്തിരി കുറവാണ് തമിഴില്, വളരെ കുറവാണെന്നാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ടാസ്ക്, അവര് ഗെയിം എങ്ങനെയായിരിക്കും. ബിബി തമിഴ് നമുക്ക് നോക്കാം, മലയാളം നമുക്ക് നോക്കാം. മലയാളം ഫ്യൂ ഡേയ്സ് മാത്രമേ ഉള്ളൂ. സോ ഇന്നത്തെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. എസ്പെഷ്യലി പറയുന്ന ജിസൈലിന്റെ ഒരു എവിക്ഷനാണ്. പക്ഷെ ജിസൈലിനെ പറ്റി പറയാനാണെങ്കിൽ ഒന്നുകൂടെ പറയാനാണെങ്കിൽ ജിസൈൽ നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. പക്ഷെ ജിസൈൽ ഒട്ടും ഓപ്പൺ ആയിരുന്നില്ല, എക്സ്പോസ്ഡ് ആയിരുന്നില്ല. അതായത് ജിസൈലിന്റെ ഗെയിം എന്താണെന്ന് പിടികിട്ടിയിട്ടില്ലായിരുന്നു. ആരിനെ വെച്ച് ഗെയിം കളിക്കുന്നു, അനുമോളെ വെച്ച് ഗെയിം കളിക്കുന്നു, ഇങ്ങനെയാണ് ജിസൈലിന്റെ ഗെയിം പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് അത്യാവശ്യം നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസൈലിന്റെ എവിക്ഷൻ. ഷോക്കിംഗ് തന്നെയാണ്. ജിസൈല് ഒരു ലേഡി കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു ഈ സീസണില്, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് നാളെ കാണാം. സോ താങ്ക് യു ഓൾ.